പൈത്തൺ ലിസ്റ്റ്. പൈത്തൺ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിരുന്ന അറേ പോലെയൊക്കെ തന്നെ ആണ് പൈത്തണിലെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഐറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആണ്. അപ്പോൾ നമ്മൾ സിയിൽ പഠിച്ച അറേ എന്ന് പറയുമ്പം ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സെയിം ഡാറ്റ ടൈപ്പ് ആയിരുന്നു വന്നിരുന്നത്. ഇവിടെ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഓർഡേർഡ് ആൻഡ് ഇൻഡെക്സബിൾ സീക്വൻസ് ഓഫ് ഐറ്റംസ്. ഓർഡേർഡ് ആൻഡ് ഇൻഡെക്സബിൾ സീക്വൻസ് ഓഫ് ഐറ്റംസ്. ഓർഡേർഡ് ആൻഡ് ഇൻഡെക്സബിൾ സീക്വൻസ് ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ ഓർഡറിലായിരിക്കും അതിലുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് വാല്യൂവിനെ, ഫസ്റ്റ് മെമ്പറിനെ, ഇപ്പോൾ ഇവിടെ വാല്യൂ 1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഡെക്സ് വാല്യൂ 0 ആയിരിക്കും. അതാണ് ഇൻഡെക്സബിൾ എന്ന് പറഞ്ഞത്. സീക്വൻഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടു ലാസ്റ്റ് ഇങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്നതിന്. Then a list object contains one or more items not necessarily of the same type which are separated by comma and enclosed in square bracket. അപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്ന വാല്യൂസിനെയാണ് ലിസ്റ്റായിട്ട് പറയുന്നത്. ദെൻ ഇതിൽ നമുക്ക് ഒരേ ടൈപ്പിലുള്ള വാല്യൂ തന്നെ വേണമെന്നില്ല, നമുക്ക് കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിലുള്ളത് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഒരു ഇൻറ്റീജർ ആണെങ്കിൽ സെക്കൻഡ് ഫ്ലോട്ട് ആയിരിക്കാം, തേർഡ് വൺ ഒരു കോംപ്ലക്സ് വാല്യൂ ആയിരിക്കാം, ഫോർത്ത് വൺ സ്ട്രിങ് വാല്യൂസ് ആയിരിക്കാം. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനുള്ളിലുള്ള വാല്യൂസിന് അസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഓർക്കാൻ, ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ് എൻ ഓർഡേർഡ് കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസിനെയാണ് എന്ത് പറയുന്നത്, ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റിൽ നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സ്ക്വയർ ബോക്സ് ആണ്. ദെൻ ലിസ്റ്റിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്ന് പറഞ്ഞിട്ടാണ്. 0ലാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 to n-1 ആയിരിക്കും. ഓക്കെ, കിട്ടിയില്ലേ? ഫോർ എക്സാമ്പിൾ സബ്ജക്ട്സ്, ഇപ്പോൾ ഫിസിക്സ്, കമ്പ്യൂട്ടർ ആൻഡ് മാത്തമാറ്റിക്സ്. ഇപ്പോൾ ഇതിലെല്ലാം സ്ട്രിങ്സ് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഈ ഒരു ലിസ്റ്റിന് ഒന്നിച്ച് പ്രിൻ്റ് ചെയ്യാം. ജസ്റ്റ് സബ്ജക്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്താണ്, എല്ലാം കൂടി ഒന്നായിട്ട് പ്രിൻ്റ് ചെയ്ത് വരും. ദെൻ നമുക്കിനി ഓരോരോ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റിൻ്റെ പൊസിഷൻ പറയാം. ഇപ്പോൾ എനിക്കിവിടെ മാത്സ് എന്ന് കിട്ടണമെങ്കിൽ സബ്ജക്ട്സ് ഓഫ് 2 എന്ന് കൊടുക്കുക. സബ്ജക്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ 2 എന്ന് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും, മാത്തമാറ്റിക്സ് എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റിൻ്റെ കേസിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ലിസ്റ്റിനകത്ത് സീക്വൻഷ്യൽ ഓർഡറിലാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓർഡേർഡ് ലിസ്റ്റാണ്. ദെൻ അതിൻ്റെ ഇൻഡെക്സ്, ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്ന് പറയുന്ന വാല്യൂവിലാണ്, 0th പൊസിഷനിലാണ്. 0 to n-1 ആണ് ഇൻഡെക്സ് റിപ്രസെൻറ്റേഷൻ. ദെൻ ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്വയർ ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് ലിസ്റ്റ് ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നതിൽ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിലുള്ള ഐറ്റംസിനെ നമുക്ക് ഒരു സിംഗിൾ ലിസ്റ്റിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓരോ ഡാറ്റ ടൈപ്പിനെയും നമുക്ക് കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഓരോ ഡാറ്റ ടൈപ്പിനെയല്ല, ഓരോ വാല്യൂവിനെയും നമ്മൾ കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, the next are Python tuple. Tuple is an ordered sequence of items. അതായത് ലിസ്റ്റ് പോലെ തന്നെയാണ് ട്യൂപ്പിളും, പക്ഷേ അതിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. ഇതും ഓർഡേർഡ് സീക്വൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ട്യൂപ്പിൾസ് ആർ ഇമ്മ്യൂട്ടബിൾ. ട്യൂപ്പിൾസ് വൺസ് ക്രിയേറ്റഡ് കനോട്ട് ബി മോഡിഫൈഡ്. ട്യൂപ്പിൾ നമുക്ക് 2 ടൈപ്പ് ഓബ്ജക്ട്സ് ആണുള്ളത്. മ്യൂട്ടബിൾ ഓബ്ജക്ട്സ് ഉണ്ട്, ഇമ്മ്യൂട്ടബിൾ ഓബ്ജക്ട്സ്. മ്യൂട്ടബിൾ ഓബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള വാല്യൂസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് എക്സിക്യൂഷൻ ടൈമിൽ വാല്യൂ ചേഞ്ച് ചെയ്യാം. അപ്പോൾ x=25 എന്നൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും 25ൻ്റെ വാല്യൂ 25 ആയിരിക്കും. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു ലിസ്റ്റിലൊരു ഐറ്റംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സിക്യൂഷൻ ടൈമിൽ വാല്യൂ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ലിസ്റ്റും ട്യൂപ്പിളും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ്. രണ്ടും ഓർഡേർഡ് ലിസ്റ്റാണ്. ഇപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ടത്, ട്യൂപ്പിൾ എന്ന് പറയുന്നത് ഓർഡേർഡ് സീക്വൻസ് ഓഫ് ഐറ്റംസ്, സെയിം ആസ് ലിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ട്യൂപ്പിൾസ് ആർ ഇമ്മ്യൂട്ടബിൾ ആണ്. The next, tuples are used to write protect data and are usually faster than list
as they cannot change dynamically. ട്യൂപ്പിൾസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മൾ ഒരിക്കൽ ഒരു ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രോഗ്രാമിൽ എഡിറ്റ് ചെയ്തിട്ട് ചേഞ്ചസ് ചെയ്യാമെന്നല്ലാതെ ഡൈനാമിക് ആയിട്ട് അതിൻ്റെ വാല്യൂവിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് ട്യൂപ്പിൾസ് ഡിഫൈൻഡ് വിത്തിൻ പരാന്തസിസ്. പരാന്തസിസ് ഉപയോഗിച്ചിട്ടാണ്. ലിസ്റ്റിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു യൂസ് ചെയ്ത്, ഇവിടെ പരാന്തസിസ് ആണ് ഉപയോഗിക്കുന്നത്. ദെൻ വേർ ഐറ്റംസ് ആർ സെപ്പറേറ്റഡ് ബൈ കോമ. കോമ വെച്ചിട്ട് ഐറ്റംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ട്യൂപ്പിൾ ഒബ്ജക്ട്സ് കണ്ടെയ്ൻ വൺ ഓർ മോർ ഐറ്റംസ് ഓഫ് ദ സെയിം ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് സെപ്പറേറ്റഡ് ബൈ കോമ ആൻഡ് എൻക്ലോസ്ഡ് ഇൻ പരാന്തസിസ്. ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളെ കൂടി നമ്മൾ ഒറ്റ സെൻറ്റൻസിലാക്കിയതാണ്. ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മോർ ദാൻ വൺ ഐറ്റംസ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഓഫ് ദ സെയിം ടൈപ്പ് ആവാം ഓർ ഡിഫറെൻറ്റ് ടൈപ്പ് ആവാം. ദെൻ സെപ്പറേറ്റഡ് ബൈ ഓരോ ടൈപ്പിനെ നമ്മൾ കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യും. ദെൻ അതിനെ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് പരാന്തസിസിലാണ്. ഓക്കെ, ദ ഫോളോയിങ് ഡിക്ലെയർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. നെയിം എന്ന് പറയുന്നത്. നെയിമിനകത്ത് കുറേ ആൾക്കാരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ജെഫ്, ബിൽ, സ്റ്റീവ്, മോഹൻ, എല്ലാവരും ഒരേ ടൈപ്പ്, അതായത് എല്ലാം എന്ത് ടൈപ്പാണ്? സ്ട്രിങ് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ലിസ്റ്റായിരുന്നു ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റാണ് കൊടുക്കുന്നത്. പക്ഷേ ട്യൂപ്പിളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പരാന്തസിസ് ആണ്. ഇറ്റ് ഈസ് ഹവർ നോട്ട് നെസസറി ടു എൻക്ലോസ് ദ ട്യൂപ്പിൾ എലമെൻറ്റ്സ് ഇൻ പരാന്തസിസ്. നമുക്ക് പരാന്തസിസ് കൊടുക്കാതെയും ഈ കാര്യത്തെ റിപ്രസെൻറ്റ് ചെയ്യാം. ജസ്റ്റ് നെയിം ഈക്വൽ ടു എന്നിട്ട് നമുക്ക് എത്ര വാല്യൂസ് ഉണ്ടോ ആ വാല്യൂസ് എല്ലാം നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയും. ഓക്കെ, ദെൻ നമുക്ക് വാല്യൂ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. അതിൻ്റെ ക്ലാസ്സിൻ്റെ ടൈപ്പ് നോക്കി കഴിയുമ്പോൾ ക്ലാസ് ട്യൂപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് വാല്യൂ വരുന്നത്. റെഡി. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് ലിസ്റ്റ് ആൻഡ് ട്യൂപ്പിൾസ് തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അപ്പം ബേസിക് ഇവിടെ കമ്പാരിസൻ്റെ എന്തിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ നേച്ചറാണ്. അതായത് ലിസ്റ്റ് ആൻഡ് ട്യൂപ്പിൾസിൻ്റെ നേച്ചർ. ലിസ്റ്റ് എന്ന് പറയുന്നത് ഇസ് എ മ്യൂട്ടബിൾ ആണ്, ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യാൻ പറ്റും. ട്യൂപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്, ഡൈനാമിക്കായിട്ട് നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് ഇംപ്ലിക്കേഷൻ ഓഫ് ഐട്രേഷൻ. ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ ലൂപ്പ്. അതല്ല, ലിസ്റ്റ് ടൈം കൺസ്യൂമിങ് ആണ്. ട്യൂപ്പിൾ കുറേ കൂടി ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. ദെൻ നമുക്ക് എപ്പോഴാണ് ഈ ഒരു ട്യൂപ്പിളും ലിസ്റ്റും ഏകദേശം ഒരേപോലുള്ള ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സ്യൂട്ടബിൾ ഫോർ. ലിസ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു, അതെല്ലാം നമുക്ക് പുതുതായിട്ടുള്ള വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇതെല്ലാം ചെയ്യേണ്ട കേസിലാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒരു സെറ്റ് ഓഫ് ഡാറ്റാസ് ഉണ്ടെങ്കിൽ ആ ഡാറ്റയെ നമ്മൾ ലിസ്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാല്യൂ റിട്രീവ് ചെയ്താൽ മതി. അതിനകത്ത് മോഡിഫിക്കേഷൻസിൻ്റെ ആവശ്യങ്ങളെ വരുന്നില്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ട്യൂപ്പിളാണ്. അതായത് പുതുതായിട്ട് ഒരു ഐറ്റം ആഡ് ചെയ്യോ ഉള്ള ഐറ്റത്തിനെ ഡിലീറ്റ് ചെയ്യോ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ലെങ്കിൽ. ദെൻ നെക്സ്റ്റ് കീ ഫോർ ദ ഡിക്ഷണറി. അപ്പോൾ ഡിക്ഷണറിനകത്ത് ലിസ്റ്റ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ആണ്. ട്യൂപ്പിളിൻ്റെ കേസിൽ പോസിബിൾ വെൻ ഓൺലി ഇമ്മ്യൂട്ടബിൾ എലമെൻറ്റ്സ് ആർ സ്റ്റോർഡ്. ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ. ഡിക്ഷണറി എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്, അതിനകത്ത് ഇമ്മ്യൂട്ടബിൾ ഐറ്റംസ് ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്യൂപ്പിളിന് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ദെൻ മെമ്മറി കൺസെപ്ഷൻ എന്ന് പറയുന്നത് ലിസ്റ്റിൻ്റെ കേസിൽ കൂടുതലാണ്, ട്യൂപ്പിളിൻ്റെ കേസിൽ ലെസ്സാണ്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ലിസ്റ്റിൽ പോസിബിളാണ്, കാരണം അത് മ്യൂട്ടബിളാണ്, അതിൽ ചേഞ്ചസ് ചെയ്യാം. ഇമ്മ്യൂട്ടബിൾ ആണെങ്കിൽ അതിനകത്ത് എന്ത് വരാൻ ചാൻസ് ഇല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരില്ല. ഓക്കെ, നമുക്കൊരു കമ്പാരിസൺ കൂടി നോക്കാം. കീ ഡിഫറൻസ് ബിറ്റ്വീൻ ലിസ്റ്റ് ആൻഡ് ട്യൂപ്പിൾ. ട്യൂപ്പിളും ലിസ്റ്റും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ലിസ്റ്റ് ആർ മ്യൂട്ടബിൾ വൈൽ ട്യൂപ്പിൾസ് ആർ ഇമ്മ്യൂട്ടബിൾ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇതുകൂടി ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ലിസ്റ്റ് ആർ മ്യൂട്ടബിൾ വൈൽ ട്യൂപ്പിൾസ് ആർ immutable, which signifies that we can change the content of list dynamically, but this is not the case in a tuple. ട്യൂപ്പിളിനകത്ത് ഡൈനാമിക്കലായിട്ട് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല, ലിസ്റ്റിനകത്താണ് നമുക്ക് ചേഞ്ചസ് വരുത്താം. When the iterations are applied to the list objects, the processing time is more.
On the contrary, tuple objects iterate in first manner. iteration loop സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലിസ്റ്റ് ഒബ്ജക്ട്സ് ആണെങ്കിൽ അതിൽ പ്രോസസ്സിങ് ടൈം കുറച്ചുകൂടി എടുക്കും. അതിനേക്കാൾ ഫാസ്റ്റായിട്ട് ട്യൂപ്പിൾ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ്, ട്യൂപ്പിൾ ഡാറ്റ ഐറ്റം ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ആക്സസിങ് എലമെൻറ്റ്സ്. ട്യൂപ്പിളിനകത്ത് നമ്മൾ ജസ്റ്റ് റിട്രീവ് ചെയ്യാൻ വേണ്ടി വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് അതിനെ റിട്രീവ് ചെയ്യുക. ദെൻ അതിനകത്ത് ആ റിട്രീവ് ചെയ്തിരിക്കുന്ന വാല്യൂ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യാം. ഇതിനു വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ട്യൂപ്പിൾസ് ഉപയോഗിക്കാം. ലിസ്റ്റ് ആണെങ്കിൽ ലിസ്റ്റിനകത്ത് നമുക്ക് കൂടുതൽ ഐറ്റംസിന് വേണമെങ്കിൽ നമ്മുടെ ലിസ്റ്റിനകത്തേക്ക് ആഡ് ചെയ്യാം. അതുപോലെ നമ്മുടെ ലിസ്റ്റിനകത്ത് നിന്ന് ഓൾറെഡി നമുക്ക് ആവശ്യമില്ലാത്ത ഡാറ്റാസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഈ ഒരു കാര്യം എന്തിനകത്ത് പറ്റില്ല, ട്യൂപ്പിളിനകത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ലിസ്റ്റിൽ നമുക്കത് ചേഞ്ച് ചെയ്യാം. ഇഫ് ദ യൂസർ വാണ്ട് ടു യൂട്ടിലൈസ് ദ സീക്വൻസ് ആസ് എ ഡിക്ഷണറി കീ, എ ട്യൂപ്പിൾ ഈസ് ബെറ്റർ ചോയ്സ് ബിക്കോസ് ഡിക്ഷണറി കീ ആർ ഇമ്മ്യൂട്ടബിൾ. ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ആ ഡാറ്റ ടൈപ്പിൽ കീ വാല്യൂസായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ട്യൂപ്പിളിനെ യൂസ് ചെയ്യാം, പക്ഷെ നമുക്ക് എന്തിനെ യൂസ് ചെയ്യാൻ പറ്റില്ല, ലിസ്റ്റിനെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് ട്യൂപ്പിളിനെ യൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ട്യൂപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആയതുകൊണ്ട്. ഓക്കെ, ലിസ്റ്റ് കൺസ്യൂംസ് മോർ മെമ്മറി ആസ് കമ്പയർഡ് ടു ട്യൂപ്പിൾ. ലിസ്റ്റിൽ മെമ്മറി കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. In the list, the unexpected changes and errors are more likely to occur, but in the case of tuple, it is hard to take place. List have several built-in methods, while tuple does not have much built-in methods. List have several built-in methods. അതായത് ലിസ്റ്റിനകത്ത് നമുക്ക് കുറേ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ടാവും. കാരണം എന്താ, ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാനും അതിനെ ആക്സസ് ചെയ്യാനും ഒക്കെ ആയിട്ട് പല ടൈപ്പിലുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ടാവും. പക്ഷെ അതിനേക്കാളും ലെസ് ആയിരിക്കും എന്തിനകത്ത് യൂസ് ചെയ്യുന്ന ട്യൂപ്പിളിനകത്ത്. കാരണം ട്യൂപ്പിളിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. നമുക്കതിനെ ആക്സസ് ചെയ്യാൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. പക്ഷേ ഇൻസേർട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, വാല്യൂ ചേഞ്ച് അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും എന്തിനകത്ത് വരുന്നില്ല, ട്യൂപ്പിളിനകത്ത് വരുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, സ്ട്രിങ്സ്. സ്ട്രിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച കാര്യമാണ്. സ്ട്രിങ്സ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, അതായത് നമുക്ക് കീബോർഡിൽ കൂടെ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഏത് ക്യാരക്ടറിനെ വേണമെങ്കിലും നമുക്ക് സ്ട്രിങ്സിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ പൈത്തണിൽ സ്ട്രിങ്സ് റിപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്നുകിൽ നമുക്കതിന് സ്ട്രിങ്സിനെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി സിംഗിൾ കോട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡബിൾ കൊട്ടേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്ട്രിങ്സ് എന്ന് പറയുന്നതിന് സിംഗിൾ കോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് റിപ്രസെൻ്റ് ചെയ്യാം. അതേ കാര്യത്തെ എനിക്ക് വേണമെങ്കിൽ ഡബിൾ കൊട്ടേഷൻ ഉപയോഗിച്ചിട്ടും റിപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ സിംഗിൾ കോട്ടായിട്ട് ഹലോ എന്ന്, ഡബിൾ കൊട്ടേഷനിൽ ഹലോ എന്നും റിപ്രസെൻ്റ് ചെയ്യാം. ദെൻ ഈ രണ്ട് റിപ്രസെൻറ്റേഷൻ അല്ലാതെ നമുക്ക് മൂന്നാമതൊരു ടൈപ്പ് കൂടി പറയുന്നുണ്ട്, ട്രിപ്പിൾ കൊട്ടേഷൻ. ട്രിപ്പിൾ കോഡ്സ്, അത് നമുക്ക് 3 സിംഗിൾ കോഡ്സ് കൊടുക്കാം. അപ്പോൾ ഈ ട്രിപ്പിൾ കോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് സ്ട്രിങ്സ് വരുമ്പോഴാണ് ട്രിപ്പിൾ കോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സിംഗിൾ ലൈനിലുള്ള സ്ട്രിങ് ആണെങ്കിൽ സിംഗിൾ കോട്ടോ ഡബിൾ കൊട്ടേഷനോ കൊടുക്കാം. നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ്, അതായത് ഒരു പാരഗ്രാഫ് പോലെ വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ട്രിപ്പിൾ കോട്ട് യൂസ് ചെയ്യാം. അത് ട്രിപ്പിൾ സിംഗിൾ കോട്ട് ആവുക, അല്ലെങ്കിൽ ട്രിപ്പിൾ ഡബിൾ കോട്ട്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ സ്ട്രിങ് ഹാൻഡിൽ ചെയ്യുന്ന കുറേ ഫങ്ഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് എന്താണെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, a sequence is defined as an ordered collection of items, hence a string is an ordered collection of characters. സീക്വൻസ് ഡാറ്റ ടൈപ്പ്, അതായത് വാല്യൂ, ഇതിനകത്തും നമ്മൾ ഒരു സീക്വൻസ് ആയിട്ടാണ് ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ സീക്വൻസ് ആയിട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്തിരുന്ന ലിസ്റ്റിനകത്തായിരുന്നു അല്ലേ, അതിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 0 ആണെന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ സ്ട്രിങ്ങിൻ്റെയും സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ സ്ട്രിങ്ങിനകത്തുള്ള ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ നമുക്ക് എന്താ പറയുക, ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ട്രിങ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് വാല്യൂസ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. സ്ട്രിങ് ഈസ് എൻ ഇമ്മ്യൂട്ടബിൾ ഓബ്ജക്റ്റ്. സ്ട്രിങ് ഇമ്മ്യൂട്ടബിൾ ആണ്. ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മോഡിഫൈ ഇറ്റ്. The attempt to assign different characters at a certain index results in error.
The triple quote string is useful when multi-line text is to be defined as a string literal. Okay, നമുക്ക് സ്ട്രിങ്സിനെ പറ്റിയിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഒരു സ്ട്രിങ് എങ്ങനെയാണെന്നത്. ഇപ്പോൾ ഞാൻ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാം. വേർഡ്സ് ഈക്വൽ ടു ഹാപ്പി. ഓക്കെ, ദെൻ വേർഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി എന്ന് കിട്ടി അല്ലേ. ദെൻ നെക്സ്റ്റ് വേർഡ്സ് ഓഫ് 0. ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ്. ദെൻ നമ്മളൊരു വിഷ് എന്ന് പറഞ്ഞിട്ട് വിഷ് ഈക്വൽ ടു സിംഗിൾ കോട്ടിൽ നിങ്ങൾക്കത് ഹലോ എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ വിഷ് ഓഫ് ഇപ്പം നമുക്കിവിടെ 5 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതെങ്കിൽ എന്ത് വരും? എററാണ്, ഇൻഡെക്സ് എറർ, സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച്. അതായത് ശരിക്കും ഹലോ എന്നുള്ള വേർഡിൽ 5 ലെറ്റേഴ്സ് ഉണ്ട്, പക്ഷെ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 0 to 4 വരെയാണ് വാല്യൂ വരുന്നത്. ഇപ്പം ഞാനിവിടെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന 5th ലെറ്റർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ എറർ കാണിക്കുന്നത്, ഇൻഡെക്സ് എറർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വേർഡ്സ് ഈക്വൽ ടു ഹാപ്പി എന്നും വിഷ് ഈക്വൽ ടു ഹലോ എന്നും കൊടുത്തു. ഇനി നമ്മൾ ഒരു ഇതുകൂടി ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് ടെക്സ്റ്റ് ഈക്വൽ ടു ഞാനിവിടെ ട്രിപ്പിൾ കോട്ടാണ് കൊടുക്കുന്നത്. ടെക്സ്റ്റ് ഈക്വൽ ടു പ്രോഗ്രാമിംഗ് then in program next line Python. അപ്പോൾ ട്രിപ്പിൾ കോട്ട് കൊടുത്തു. ഓക്കെ, ദെൻ ഇനി നോക്കും ടെക്സ്റ്റ് എന്ന് പറയുന്നതിന് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഗ്രാമിംഗ് /n പൈത്തൺ എന്നാണ് കിട്ടുന്നത്. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ പാരഗ്രാഫാണ് നമുക്ക് കൊടുക്കേണ്ടതെങ്കിൽ പാരഗ്രാഫിന് വേണ്ടിയിട്ട് നമ്മൾ ട്രിപ്പിൾ കൊട്ടേഷൻ മാർക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ സിംഗിൾ കോട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഡബിൾ കൊട്ടേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഓരോന്നും ഓരോ ലൈനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ /n കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി സ്ട്രിങ് എന്ന് പറയുന്നത് മ്യൂട്ടബിൾ അല്ല, ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രിങ് ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറയാൻ കാരണം ഇപ്പം നമുക്ക് വേർഡ്സ് എന്നുള്ളതിൽ ഹാപ്പി എന്നുണ്ട് അല്ലേ. എനിക്ക് ഈ വേർഡ്സിനകത്ത് ഹാപ്പി എന്നുള്ളതിൽ സെക്കൻഡ് ലെറ്റർ എനിക്ക് തേർഡ് ലെറ്റർ പി എന്ന് പറയുന്ന തേർഡ് ലെറ്ററിനെ കൂടി എനിക്ക് എ ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ തേർഡ് ലെറ്ററിനെ എ ആയിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ പൊതുവേ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സ് പൊസിഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. അപ്പോൾ തേർഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് വാല്യൂ വരുമ്പോൾ സെക്കൻഡ് പൊസിഷൻ. വേർഡ്സ് ഓഫ് 2 ഈക്വൽ ടു സിംഗിൾ കോട്ടിൽ ഞാൻ എ എന്ന് കൊടുത്തു. അതായത് വേർഡ്സ് ഓഫ് 2 എന്ന് പറയുമ്പോൾ 0th പൊസിഷനിൽ എച്ച്, ഫസ്റ്റ് പൊസിഷനിൽ എ, ദെൻ സെക്കൻഡ് പൊസിഷനിൽ പി ആണുള്ളത്. അതിന് പകരം എ ആക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം നോക്കൂ എന്താ സംഭവിക്കുന്നതെന്ന്. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? എററാണ്, ടൈപ്പ് എറർ പറഞ്ഞു. എന്താണ്? ഒബ്ജക്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെന്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. അത് ഇമ്മ്യൂട്ടബിൾ ആണ്. അപ്പം മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിളും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ലിസ്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലിസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ വാല്യൂസ് ചേഞ്ച് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഒരു ലിസ്റ്റ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പുതിയതായിട്ടൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. വേർഡ്സ് വേണ്ട, കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് കളേഴ്സ് ഈക്വൽ ടു red, blue, green. ഓക്കെ, നമുക്കൊന്ന് വേണമെങ്കിൽ കളേഴ്സിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കാം. ടൈപ്പ് ഓഫ് കളേഴ്സ്. ഓക്കെ, സ്പെല്ലിംഗ് ശരിയല്ലേ? ഓക്കെ, ടൈപ്പ് എന്താണ്? ലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ടൈപ്പ് ഓഫ് വേർഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ക്ലാസ് എന്തായിരിക്കും? STR, സ്ട്രിങ് ടൈപ്പ് ആണെന്ന് പറഞ്ഞു. അതായത് സ്ട്രിങ്ങിനെ റിപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലാസ് നെയിമാണ് STR എന്ന് പറയുന്നത്. ഇതുപോലെ നേരത്തെ നമ്മൾ ബൂളിയൻ ഉപയോഗിച്ചിരുന്നു. ബൂളിയനെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലാസ് നെയിം ബൂൾ എന്നാണ്. BOOL. ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട്, ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റ് അല്ലേ, കോംപ്ലക്സ് ആണെങ്കിൽ കോംപ്ലക്സ്. ഇതായിരുന്നു ക്ലാസ് നെയിംസ് എന്ന് പറയുന്നത്.
ഇനി നോക്കാം ഈ കളേഴ്സ് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന കളേഴ്സിൽ ഫസ്റ്റ് വൺ 0th കളർ എന്ന് പറയുന്നത് കളർ ഓഫ് 0 കൊടുത്തു കഴിഞ്ഞാൽ കളേഴ്സ് ഓഫ് COLORS കളേഴ്സ് ഓഫ് 0 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? റെഡ് എന്നാണ് അല്ലേ. ഇനി കളർ ഓഫ് 3 തേർഡ് പൊസിഷനിൽ നമുക്കിവിടെ കളർ ഇല്ല. അപ്പോൾ ഞാൻ കളേഴ്സ് ഈക്വൽ ടു കളേഴ്സ് ഓഫ് 3 ഈക്വൽ ടു യെല്ലോ എന്ന് കൊടുത്തു. സെക്കൻഡ് ഇൻഡെക്സ് എററാണ് വന്നിരിക്കുന്നത്. ദെൻ കളേഴ്സ് ഓഫ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. കളർ ഓഫ് 2 ഈക്വൽ ടു കളേഴ്സ് ഓഫ് 2 ഈക്വൽ ടു യെല്ലോ കൊടുത്തു. ദെൻ കളേഴ്സ് എന്ന് കൊടുത്തു പോകുമ്പോൾ എന്ത് വേണം? തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന കളേഴ്സ് ഏതൊക്കെയായിരുന്നു? റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ ആയിരുന്നു. ഇപ്പോൾ റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ ആണ്. അപ്പം മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റും ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? മ്യൂട്ടബിൾ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ചേഞ്ചസ് വരുത്താം, അതിലുള്ള കണ്ടന്റിൽ നമുക്ക് മോഡിഫിക്കേഷൻ വരുത്താം. ഇമ്മ്യൂട്ടബിൾ ആണ് എല്ലാ കണ്ടന്റിലും നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റില്ല. ഓക്കെ.